ബേസിൽ ജോസഫിൻ്റെ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു, ചേട്ടൻ ഒരു ഫേസ്ബുക്ക് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പ്രിയംവദ കാതരയോ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ബേസിൽ കോണ്ടാക്ട് ചെയ്തിരുന്ന ആ ഒരു കഥേനെ പറ്റി പറയാനായിട്ട്? കഴിഞ്ഞ ബേസിൽ കുഞ്ഞിരാമായണം ചെയ്ത കാലഘട്ടം വളരെ ഇന്ന് വരെ എൻ്റെ അടുക്ക് ചർച്ച ചെയ്യുന്നവർ എല്ലാവരും ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ഞാൻ ബ്ലോഗിങ്ങിലാണ്, കായംകുളം സൂപ്പർ ഫാസ്റ്റ്, അത് തന്നെ. അതിനകത്തെ ഒരു സ്റ്റോറിയായിരുന്നു പ്രിയംവദ കാതരയാണ്. അത് കോഴിക്കോട്ട് വെച്ച്, ഞാൻ കോഴിക്കോട്ട് ഹൗസിംഗ് ബോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വർഷം കോൺട്രാക്ട് വെച്ച്. അപ്പോൾ ആ സമയത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട്, അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ അങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷെ ജസ്റ്റ് നമ്മൾ തന്നെ വളച്ചൊളിച്ച് എഴുതിയൊരു സംഭവമായിരുന്നു. അപ്പം ബേസിലിങ്ങനെ സിനിമയിൽ നോക്കിയിരിക്കുന്ന കാലത്ത് ബേസിൽ ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു മെയിൽ അയക്കുക, ചേട്ടാ ഇതുപോലെ ഞാൻ ബേസിൽ ജോസഫാണ്, അരുൺ എന്ന് പറയും, ഇപ്പോഴേ ചേട്ടാന്ന് പറയും, അന്ന് അരുൺ ജസ്റ്റ് ഫോർമാലിറ്റി രീതിയിൽ ഇതുപോലെ ഞാൻ ടെക്നോ വർക്ക്